ഹായ് ഓൾ, വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എഗ് പഫ്സിന്റെ റെസിപ്പി കണ്ടാലോ? സോ എന്തൊക്കെയാ വേണ്ടേ നമുക്ക് നോക്കാട്ടോ. സോ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബഫറ്റ് കമ്പനിയുടെ പഫ് പേസ്ട്രി ഷീറ്റ് ആണ്. ഇതിൽ 5 പേസ്ട്രി ഷീറ്റ്സ് ആണ് വരുന്നത്. നമുക്കിത് റോൾസ് ആയിട്ടും കിട്ടും. ഹൈപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. നമ്മൾ വീട്ടിലെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നമുക്കിത് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ എടുത്തിരിക്കുന്ന നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് എടുത്തിട്ടുള്ളത് കുറച്ച് മസാല പൗഡേഴ്സ് ആണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഗരം മസാല, കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേറെ വല്ല പൊടികളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. പിന്നെ ഒരു കെച്ചപ്പിൻ്റെ 4 പാക്കറ്റും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഫുൾ ടൊമാറ്റോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൊമാറ്റോ സോസ് ആയാലും യൂസ് ചെയ്യാം. സോ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി എഗ് പഫ്സ് ഉണ്ടാക്കാം എന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാനായിട്ട് ഒരു പാത്രം ചൂടായി അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ മുട്ട പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് നല്ലപോലെ ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോടൊക്കെ പൊളിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പാൻ എടുത്ത് ചൂടാക്കാം. പാൻ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ സവോളയും ചെറിയുള്ളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് അത്യാവശ്യം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളെ മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും പൗഡേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പുതിന ഇല വേണമെങ്കിൽ ആഡ് ചെയ്യാം, കറി ലീവ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു 15-20 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കിനും നല്ല പോലെ നമ്മളുടെ സവോളയൊക്കെ കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാലേ അറിയാം നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഫുൾ ടൊമാറ്റോ നമുക്ക് മുറിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എല്ലാം നല്ല സോട്ട് ആവുന്ന രീതിയിൽ മിക്സ് ആക്കുക. എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ആഡ് ചെയ്യായിരുന്നു, പിന്നെ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. സോ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം എല്ലാം നമ്മളുടെ മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ നല്ലപോലെ മസാല ആയിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടയിൽ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ മുട്ടയും മസാലയും രണ്ടും സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇനി നമുക്ക് പഫ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ പഫ് പേസ്ട്രി ഷീറ്റ് ഓപ്പൺ ആക്കുക. പഫ് പേസ്ട്രി ഷീറ്റ് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുന്നേ പുറത്തേക്ക് വെക്കണം. എന്നാലേ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര കട്ടയായിട്ട് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. സോ ഇപ്പം ഞാൻ എൻ്റെ പഫ് പേസ്ട്രി ഷീറ്റ് പ്ലേസ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മളുടെ എഗ് വാഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ബോളിലേക്ക് ഒരു എഗ് ആഡ് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ച് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ നല്ലപോലെ വിസ്ക് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം നല്ലതായിട്ട് അത്യാവശ്യം ബീറ്റ് ചെയ്തു. നമ്മളുടെ എഗ് വാഷ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ പേസ്ട്രി ഷീറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാല അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പഫ് പേസ്ട്രി ഷീറ്റിലും പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ മസാലയിൽ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മുട്ട എല്ലാം മിഡിൽ നിന്ന് നല്ല ഈക്വൽ ഹാഫ്സ് ആക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ മസാലയുടെ മേലിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇപ്പം നമ്മൾ പ്ലേസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് പേസ്ട്രി ഷീറ്റിൻ്റെ എഡ്ജസ് രണ്ടും കൂട്ടി നമുക്ക് സീൽ ചെയ്യാം. സീൽ ചെയ്യണ സമയത്ത് ഇടയിൽ നിന്നൊക്കെ വിട്ട് വരണുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് സീൽ ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ.
ഇപ്പം ഞാൻ നമ്മളുടെ പഫ്സ് എല്ലാം സീൽ ചെയ്ത് പ്ലേറ്റിലേക്ക് പ്ലേസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എഗ് വാഷ് വെച്ച് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എഗ് വാഷ് ഇല്ലെങ്കിൽ നമുക്ക് പാലായാലും യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പഫ്സ് ഫുൾ അടിയിലും മേളിലും ഒക്കെ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടാനും അടി പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ എഗ് വാഷ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എഗ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു എയർ ഫ്രയറിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ പഫ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിലും നമുക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. എല്ലാം കൂടിയും ഭയങ്കര കൺജസ്റ്റഡ് ആക്കി ഇടരുത്. ഞാൻ പ്ലേസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 21 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഇനി നമുക്കൊരു 21 മിനിറ്റ്സിന് ശേഷം കാണാം. യെസ് ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ പഫ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചില്ലേ ഈ കരിഞ്ഞ പഫ്സ് കാണിച്ചിട്ടാണ് അവള് പറയണ പഫ്സ് സെറ്റ് ആയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും വിചാരിച്ചത് കരിഞ്ഞു പോയതാണ്. പക്ഷെ ഇത് കരിഞ്ഞു പോയതല്ല, കുറച്ചധികം മുരിഞ്ഞു പോയതാണ്. പക്ഷെ ആ വെളുത്തിരിക്കണ പഫ്സിലും ടേസ്റ്റി കരിഞ്ഞ പോലെ ഇരിക്കണ പഫ്സിനാണ്. ഇതുകൊണ്ടാണ് ആരോ പണ്ടേ പറഞ്ഞത് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന്. കേട്ടിട്ടില്ലേ? എങ്ങനെയുണ്ട്? ഹായ് ഗായ്സ്, അപ്പതേ നമ്മളുടെ പഫ്സ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി. പഫ്സ് തീരെയും ചെയ്തു അല്ലേ വെല്ലി? നല്ലായിരുന്നു പഫ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, സോ സക്സസ് ആയി. കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി തോന്നും, ബട്ട് ഇറ്റ് വാസ് നൈസ്. സോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. സോ വലിയ ഡിന്നർ പോലും കഴിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്റെ പഫ്സ് തിന്നാനായിട്ട്. അതുകൊണ്ട് ആക്ച്വലി ഇത് തുടങ്ങിയതും തീർന്നതും വളരെ പെട്ടെന്ന്. വീഡിയോ ഇഷ്ടമായിരിക്കും എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.